11-ാം ദിവസം. ഇന്ന് നമുക്ക് ഐക്കണുകളിലെ ചെവിയുടെ മുഴുപ്പും ശരീരത്തിന്റെ മുഴുവനായിട്ടുള്ള ഒരു സ്ട്രക്ചറിനെയും പറ്റിയും പറയാം. മനുഷ്യ ശരീരത്തിൽ ഒരിക്കലും നിർത്താതെ വളരുന്ന ഒരേയൊരു ഭാഗം ചെവിയാണെന്ന് പറയപ്പെടുന്നു. ഐക്കണുകളുടെ രൂപങ്ങളിൽ അവ 2 വ്യത്യസ്ത രീതികളിൽ പ്രതിനിധീകരിക്കുന്നു. ഒന്നുകിൽ അസാധാരണമാം വിധം വലുത്, പ്രത്യേകിച്ച് ചില വിശുദ്ധരുടെ ചിത്രങ്ങളിൽ വലിയ ചെവി ദൈവിക വിളി കേൾക്കാൻ ശ്രദ്ധയുള്ളവരാണെന്ന് സൂചിപ്പിക്കുന്നു. എന്നാൽ മറ്റ് ചില ചിത്രങ്ങളിൽ അവ ഏതാണ്ട് പൂർണ്ണമായും അദൃശ്യമാണ്. അല്പം ചെവിയുടെ ഒരറ്റം മാത്രമേ ദൃശ്യമാകൂ. ബാക്കിയുള്ളവ മേലങ്കിയോ തലമുണ്ടുകൊണ്ടോ മൂടിയിരിക്കുന്നു. അതായത് ആ വ്യക്തി ലോകത്തിന്റെ ശബ്ദങ്ങളിൽ നിന്ന് വളരെ അകലെയാണെന്നും ദൈവസ്വരം മാത്രമേ കേൾക്കാൻ താൽപ്പര്യമുള്ളൂവെന്നും സൂചിപ്പിക്കുന്നു. 3 രാജാക്കന്മാർ നക്ഷത്രം കണ്ട് യഹൂദയിലേക്ക് പോയപ്പോൾ ജെറുസലേം വരെ അവരെ നക്ഷത്രം നയിച്ചു. അവിടെ ചെന്നപ്പോൾ രാജാക്കന്മാരുടെ രാജാവ് എവിടെയാണ് ജനിക്കുന്നതെന്നറിയാൻ അവർ രാജധാനിയിലെത്തി. അപ്പോൾ എന്താണ് സംഭവിച്ചത്? ഹെരോദേസ് ഈ കാര്യം അറിഞ്ഞ ഉടനെ തന്റെ ചെവി വലുതാക്കി. ഉടൻ തന്നെ പുരോഹിതന്മാരെയും ശാസ്ത്രജ്ഞന്മാരെയും യഹൂദരെയും വിളിച്ച്, എന്താണ് പ്രവാചകന്മാർ പറഞ്ഞിരിക്കുന്നത്? എവിടെയാണ് വേദപുസ്തകം അനുസരിച്ച് ഈശോ ജനിക്കാൻ പോകുന്നത് എന്നറിയാൻ വേണ്ടി അവരെ വിളിച്ചുകൂട്ടി ചോദിച്ചു. ആ വാക്കുകൾക്കും അന്വേഷണങ്ങൾക്കും ഗവേഷണങ്ങൾക്കും പിന്നിൽ മറ്റൊരു ഉദ്ദേശമുണ്ടായിരുന്നുവെന്ന് നമുക്കറിയാം. യേശുവിനെ ഉന്മൂലനം ചെയ്യുക, കൊല്ലുക. കാരണം അവൻ മറ്റൊരാളെ ഭയപ്പെട്ടു. അവന്റെ സ്ഥാനം നഷ്ടപ്പെടുമെന്ന പേടിയുണ്ടായിരുന്നു. ഹെരോദേസ് രാജാക്കന്മാരോട് പറഞ്ഞു, നിങ്ങൾ പോയി ആരാധിച്ചിട്ട് തിരിച്ചു വരൂ. എന്നിട്ട് എന്നോട് പറയുക, ഞാനും പിന്നീട് പോയി ആരാധിക്കാമെന്ന്. പക്ഷെ മറ്റൊരു ഉദ്ദേശം പുറകിലുണ്ടായിരുന്നു. പുറമേ നല്ല വാക്ക്, ഉള്ളിൽ മറ്റൊരു ഉദ്ദേശം. ഇതാണ് വലിയ ചെവികൾ ഉള്ളവരുടെ പ്രശ്നം. വാസ്തവത്തിൽ ജ്ഞാനികൾ എന്താണ് ചെയ്തത്? അവർ യേശുവിനെ കണ്ടുമുട്ടിയപ്പോൾ അവർ അവനെ ആരാധിച്ചു. എന്നാൽ മറ്റൊരു വഴിയിലൂടെ അവർ സ്വന്തം നാട്ടിലേക്ക് മടങ്ങി. ഹെരോദേസിന്റെ അടുത്തേക്ക് മടങ്ങിയില്ല. ഇതാണ് പരിവർത്തനം, മാനസാന്തരം എന്ന് പറയുന്നത്. യേശുവുമായുള്ള കണ്ടുമുട്ടൽ അവരുടെ ജീവിതത്തെ മാറ്റിമറിച്ചു. അവരുടെ പാതയുടെ ദിശ മാറി. ദൈവത്തെ കണ്ടുമുട്ടുന്നവർ ഭൂമി തരുന്ന വാഗ്ദാനങ്ങളിൽ നിന്നും അകന്ന്, ഭൂമിയുടെ സ്വരങ്ങളിൽ നിന്നും അകന്ന് ദൈവിക കാര്യങ്ങൾ ധ്യാനിച്ചുകൊണ്ട് പുതിയ വഴിയിലൂടെ നടക്കും. അവർക്ക് ഭരണമോ അധികാരമോ അംഗീകാരമോ പ്രശ്നമല്ല. ഇതാണ് ക്രിസ്മസ്. പുൽക്കൂട്ടിലെ ഈശോയെ ആരാധിക്കാൻ പോകുന്ന നമ്മളിലും ഇതാണ് സംഭവിക്കേണ്ടത്. വലിയ ചെവി വിടർത്തി എല്ലാ കാര്യമൊന്നും നമുക്കറിയേണ്ട കാര്യമില്ല. ഈശോയെ കേൾക്കാൻ, പരിശുദ്ധ രഹസ്യങ്ങൾ അനുഭവിക്കാൻ നാട് മുഴുവൻ, മറ്റുള്ളവരുടെ ന്യൂസ് മുഴുവൻ കേട്ട് ചുറ്റി നടക്കേണ്ട കാര്യമില്ല. അതുപോലെ തന്നെ ഈ ഐക്കണുകളിലെ മറ്റൊരു പ്രത്യേകതയാണ് ശരീരം മൊത്തം തന്നെ നേർന്ന തുണികൾ കൊണ്ട് മറയ്ക്കുക എന്നത്. ലൈംഗികപരമായ ശ്രദ്ധ ആൾക്കാരിൽ നിന്നും പിടിച്ചു വലിക്കുന്ന യാതൊരു രൂപവും ശരീരത്തിൽ കാണിക്കാറില്ല. വിശാലമായ വസ്ത്രത്തിൽ മൂടപ്പെട്ട ശരീരമാണ് പലപ്പോഴും നമ്മൾ കാണുന്നത്. ശരീരം മിക്കപ്പോഴും തന്നെ മെലിഞ്ഞ നീണ്ട രീതിയിലാണ് അവതരിപ്പിക്കുന്നത്. ജഡത്തേക്കാൾ ആത്മാവിന്റെ കാര്യത്തിൽ ശ്രദ്ധ പാലിക്കുന്ന ആളാണെന്ന് ഇത് സൂചിപ്പിക്കുന്നു. കൂടാതെ ഭൗതിക വസ്തുക്കളെയും ഭൂമിയിലെ എല്ലാ കാര്യങ്ങളെയും ത്യജിക്കുവാനുള്ള കഴിവിനെയും സൂചിപ്പിക്കുന്നു. ഈ ഭൂമിയിലൂടെ കടന്നു പോകുന്ന ആനന്ദങ്ങളിൽ നിന്ന് താൻ വേർപിരിഞ്ഞ് ദൈവത്തിൽ ആനന്ദം കണ്ടെത്തുന്നു, ദൈവിക കാര്യത്തിൽ ശ്രദ്ധപ്പെട്ടിരിക്കുന്നു എന്ന് കാണിക്കാനാണ് വലിയ നീണ്ട ശരീരം ഐക്കണുകളിൽ കാണിക്കുന്നത്. അതുകൊണ്ട് ഇന്ന് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. നമ്മുടെ ശരീരത്തിന് വണ്ണമുണ്ടെങ്കിലും നീളമുള്ളതാണെങ്കിലും വണ്ണം കുറഞ്ഞതാണെങ്കിലും ചെവികൾ നീളമുള്ളതാണെങ്കിലും ഒന്നും പ്രശ്നമല്ല. യഥാർത്ഥമായിട്ട് ദൈവത്തെ ധ്യാനിക്കാനായിട്ട് ഭൗതിക കാര്യങ്ങളിൽ നിന്നകന്ന് വചനം വായിച്ച് ധ്യാനിച്ച് നമുക്ക് പുൽക്കൂട്ടിലേക്ക് നടന്നു പോകാം.